ഓക്കെ, ഇത് CGL 2021 പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഷുഡ് ബി ആഡഡ് ടു 3627 സോ ദാറ്റ് ദ സം ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 4, 5, 6, 8. ഓക്കെ, ഇത് നോർമലായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4, 5, 6, 8 4, 5, 6, 8 ഇതിൻ്റെ LCM എടുക്കണം. ഓക്കെ, ഇതിൻ്റെ LCM എടുക്കണം. എന്നിട്ട് ഈ 3627 ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വേറെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ ഞാൻ വേറെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുവാണ് 4, 3. 4, 3 പറയും. ഓക്കെ, വേണ്ട, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ആക്കാം. 138ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 138ന് എത്ര കുറച്ച് കഴിഞ്ഞാൽ, രണ്ട് ക്വസ്റ്റ്യൻ കിടക്കട്ടെ. ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കിടക്കട്ടെ, കുറയ്ക്കുന്ന ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് 3 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ ആകും എന്നാണ്, എക്സാക്ട്ലി ഡിവിസിബിൾ ആകും എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 4ൻ്റെയും 3ൻ്റെയും LCM എടുക്കുക, 12. ഓക്കെ, ഇനി ഈ 12 വെച്ച് 138നെ ഡിവൈഡ് ചെയ്യുക. 138നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോകും, ബാക്കി പോയിട്ട് 18 വരും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ എത്ര പ്രാവശ്യം പോകും? ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം തന്നെ പോകും, 12. റിമൈൻഡർ 6 വരും. അതായത് ഇതിൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ, 138ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 അതുപോലെ തന്നെ 4 ആയിരിക്കും. അപ്പോൾ അത് സബ്സ്ട്രാക്ട് ചെയ്യേണ്ട കേസാണ് ചോദിച്ചതെങ്കിൽ 6 എന്ന ആൻസർ വരും. സപ്പോസ് ക്വസ്റ്റ്യനകത്ത് ആഡ് ചെയ്യണ കേസാണ് തന്നതെന്ന് വിചാരിക്കാം. 138 എടുക്കുക വീണ്ടും. ഓക്കെ, 138 എടുത്തിട്ട് 3, 3 12 വെച്ച് സെയിം LCM വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യണം. ആണ് 3, 4 ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 എഴുതി, 12. ഓക്കെ, ഇനി 18 എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കുറച്ച് വേറെ നേരത്തെ ചെയ്തതിൽ നിന്ന് മാറ്റി ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ചെയ്തത് 18ന് താഴെ വരുന്ന 12ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചു. ഈ ഒരു ക്വസ്റ്റ്യനിൽ 18ന് തൊട്ട് അടുത്ത് വരുന്ന 12ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. അപ്പം 2 വരുമ്പോൾ 24 എന്ന് പറഞ്ഞു വരും. കറക്റ്റ് അല്ലേ? 18നേക്കാളും കുറച്ച് കൂടുതലാണ്. അപ്പം എത്ര വരും? 18ൽ നിന്ന് എത്ര ആയിക്കഴിഞ്ഞാൽ 24 ആവുമെന്ന് ശ്രദ്ധിക്കണം. 18ൽ നിന്ന് എത്ര ആയിക്കഴിഞ്ഞാൽ 24 ആവും? 6 കൂടിയ 24. 18ൽ നിന്ന് എത്ര കൂടിയ 24 ആവും? 6 കൂടിയ. അതായത് 138ൻ്റെ കൂടെ 6 കൂടിക്കഴിഞ്ഞാൽ 144 കിട്ടും. ഈ 144 വെച്ച് കഴിഞ്ഞാൽ 3 വെച്ചും ഡിവിസിബിൾ ആണ്, 4 വെച്ചും ഡിവിസിബിൾ ആണ്. അതേ ടൈപ്പാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത് 4, 5, 6, 8ൻ്റെ LCM എടുക്കുക. LCM എടുത്തിട്ട് 3627നെ ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റത്തെ ഐറ്റം മാത്രം, അതായത് ചെയ്ത് വരുമ്പോൾ ഏറ്റവും അവസാനം ഡിവൈഡ് ചെയ്യേണ്ട സമയത്ത് മാത്രം ഈ അവിടെ കിട്ടുന്ന വാല്യൂ, സപ്പോസ് 187 കിട്ടണമെന്ന് വിചാരിച്ചോ, ആ 187നേക്കാളും കൂടുതലുള്ള വാല്യൂ എടുക്കുക ലാസ്റ്റ് കണ്ടീഷനിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 3627ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 വെച്ചും 5 വെച്ചും 6 വെച്ചും 8 വെച്ചും ഡിവിസിബിൾ ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 39 വന്നിട്ടുണ്ട്, 27 വന്നിട്ടുണ്ട്, 93 വന്നിട്ടുണ്ട്, 72 വന്നിട്ടുണ്ട്. നമുക്കറിയാം 5 വെച്ച് ഡിവിസിബിൾ ആകണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 വരണം. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ആ ഒരു പോസിബിലിറ്റിയാണ് വരുന്നത്. ഞാൻ സപ്പോസ് ഇതിൻ്റെ കൂടെ 39 ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരും? 6 വരും. സോ അത് പറ്റത്തില്ല. ഞാൻ ഇനി അടുത്ത് 27 ആഡ് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ഓപ്ഷൻ 27 ആഡ് ചെയ്തതെന്ന് വിചാരിക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 4 വരും. സോ അതും പറ്റത്തില്ല. ഞാൻ 93 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0 വരും. ഓക്കെ, ഇത് പോസിബിൾ ആണ്. ഇനി ഞാൻ 72 ആഡ് ചെയ്തതെന്ന് വിചാരിക്കും. 72 ഞാൻ ആഡ് ചെയ്തതെന്ന് വിചാരിക്കും. 9 വരും. സോ അതും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അത്രയും കറങ്ങി ചെയ്യേണ്ടതിന് പകരം
ഓപ്ഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, എളുപ്പമാവും. സപ്പോസ് നിങ്ങളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഇപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതായാലും മിനിമം 2 ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ആവും. ബാക്കി 2 ഓപ്ഷൻ വെച്ചിട്ട് ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ റൂളും കൂടി ചെക്ക് ചെയ്താൽ മതി. അതായത് ഇവിടെ ഇപ്പോൾ 5ൻ്റെ ഓപ്ഷൻ ഓക്കെ ഓക്കെ 2 ഓപ്ഷൻ ഉണ്ട്, എയും സിയും ഉണ്ടെന്ന് വിചാരിക്കാം. ബാക്കി ഇനി അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള 4ൻ്റെ റൂൾ ചെക്ക് ചെയ്യാനുണ്ട്, 6ൻ്റെ റൂൾ ചെക്ക് ചെയ്യാനുണ്ട്, 8ൻ്റെ റൂൾ ചെക്ക് ചെയ്യാനുണ്ട്. അത് വെച്ചിട്ട് ബാക്കി 2 എയിന്നും സിന്നും വേറൊരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതായത് എവിടെയെങ്കിലും ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി പൊതുവെ നല്ലതായിട്ട് വരുന്നത്.